എൻ്റെ പേര് ജീവൻ. 2 വർഷം കഴിഞ്ഞ് എനിക്കിനി ഇതുപോലെ ഈ റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ. 2 വർഷം കഴിഞ്ഞ് എനിക്കിനി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ. അത് ഓർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നുമല്ല. പക്ഷേ ഇനിയിപ്പോ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏ ആ എന്ത് പറ്റി? അല്ല അങ്ങനെ എത്ര കൊല്ലമാ? 2. ആ അത് കുറഞ്ഞു പോയല്ലോ. 8-9 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം ഇതിൻ്റെ ഉള്ളിലാണ് എന്നൊന്നും അർത്ഥമില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അന്നത്തേത് 7 വർഷത്തെ ശിക്ഷയായിരുന്നു. നല്ല നടപ്പിന്റെ പേരിൽ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റിയെന്ന് മാത്രം. തടിച്ചല്ലോടാ. പുറത്തെ ഫുഡല്ലായിരുന്നോ സാർ? ഇനിയിപ്പം മെലിഞ്ഞോളും. Man, what man? So he came. നിന്നു വന്നു. വന്നിട്ട് കുറേ ദിവസമായി. ക്വാറന്റൈനിലായിരുന്നു. സെല്ല് കിട്ടിയിട്ട് 2-3 ദിവസമായുള്ളൂ. എവിടെ? ജിയിൽ. ഗുഡ്. കം കം.
ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ? 8 മാസം കഴിഞ്ഞില്ലേ. How do you survive without learning the language? How could you know that I was here? Here, in the manufacturing? ഐ നോ. So, എന്നെ കാണാൻ തന്നെ നീ വന്നു? ഓ, അവൾ പിടിച്ചതോ ഓർ നീ പിടിച്ചതോ? ഞാൻ പിടിച്ചത്. പിടിച്ചതല്ല, പിടിപ്പിച്ചത്. ഓ, ഇറ്റ് വാസ് സിമ്പിൾ. മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയാളുടെ 2 പല്ല് പോയി കിട്ടി. ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ്, സെക്ഷൻ 332. ഇറ്റ് വാസ് സ്മൂത്ത്. നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഐ നോ. ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്യും. ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം, ആസ് ഐ പ്രോമിസ്ഡ്. യു ആർ ഷ്യൂർ? ഐ എം ഷ്യൂർ. ഇറ്റ്സ് മൈ വേർഡ്. ഐ വിൽ സേവ് യു. ഐ വിൽ. പക്ഷേ യു വിൽ ഹാവ് ടു അറേഞ്ച് ദ ക്യാഷ് വിത്തിൻ 5 months ബിഫോർ ഒക്ടോബർ. ഫാബിയൻ റെമിറസ്. ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ്. അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു. 5 കൊല്ലം അവസാനിക്കാറാവുന്നു. സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു. എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു. 1 കൊലയല്ല, 3 കൊല. പക്ഷെ 3നും തെളിവില്ലായിരുന്നു. 1 മാത്രം സാഹചര്യ തെളിവ്. അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല. 304-ാം വകുപ്പ്, 7 കൊല്ലം. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി. 2 കൊല്ലം ഇളവ്. അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാണ്. തുറന്നു വിട്ടതുപോലെയാ. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാ ആ നേരത്ത്. എല്ലാവർക്കും ഇഷ്ടം. സ്വാതന്ത്ര്യം കൈയകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സമാധാനം തോന്നി.